ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാനിന്ന് പറയാൻ പോകുന്ന വിഷയം അല്ലെങ്കിൽ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ ഇൻഡ്യൂഷനും ഈഗോയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്. അപ്പോൾ ഇത് പല രീതിയിലും നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മളുടെ ഈഗോ മൈൻഡ് സെറ്റിൽ നിന്നുകൊണ്ട് ചിന്തിക്കുകയും അത് ഇൻഡ്യൂഷൻ ആണെന്ന് നമ്മൾ വിചാരിക്കുകയും അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക. ആദ്യമായിട്ടാണ് ഈ വീഡിയോ അല്ലെങ്കിൽ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് വ്യൂവേഴ്സായിട്ടുള്ള ഓരോ വ്യക്തികളും തരുന്ന ആ ഒരു പ്രോത്സാഹനവും സപ്പോർട്ടും സ്നേഹവും സജഷൻസും മോട്ടിവേഷനും എല്ലാത്തിനും ഈശ്വരൻ്റെ നാമത്തിൽ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്. ആദ്യമായിട്ട് നമ്മൾ ഇതുപോലെ നിങ്ങളുടെ തിരക്ക് പിടിച്ച ഈ ഒരു ജീവിതത്തിൽ ഇതുപോലത്തെ സ്പിരിച്വൽ പാത്തിലൂടെ പോകുന്ന അത്തരത്തിലുള്ള മോട്ടിവേഷണൽ സ്പീച്ച് അല്ലെങ്കിൽ ഇൻസ്പിറേഷണൽ കോട്ട്സ് അല്ലെങ്കിൽ ഇതെന്താണ് എന്ന് അറിയാനൊക്കെയുള്ള രീതിയിൽ നമ്മൾ അതിലേക്ക് കണ്ണും കാതുമൊക്കെ കൊടുത്ത് നിങ്ങളുടെ വിലയേറിയ സമയത്തിൻ്റെ ഒരു ഭാഗം ചിലവഴിക്കുമ്പോൾ നമ്മളവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഡീപ്പ് വൂണ്ടഡ് ആയിട്ടുള്ള ആ ഒരു മുറിവുകൾ എല്ലാം ഹീല് ചെയ്യേണ്ട അല്ലെങ്കിൽ ഫിക്സ് ചെയ്യേണ്ട സമയമായി എന്ന് നിങ്ങളുടെ സോൾ പറയുകയും അത് ഹീല് ചെയ്ത് അല്ലെങ്കിൽ ഫിക്സ് ചെയ്ത് വളരെ സ്റ്റേബിളായി വളരെ ഗ്രൗണ്ടഡ് ആയതിനു ശേഷം നിങ്ങളുടെ ലൈഫ് പർപ്പസിലേക്ക് ആ സോളിന് ഒരു ഇവോൾവിങ് അല്ലെങ്കിൽ ഗ്രോത്ത് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾക്ക് തന്നെ വരുത്താൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഇങ്ങനത്തെ തോന്നലുകൾ വന്നിട്ട് നിങ്ങൾ ഇത്തരത്തിലുള്ള വീഡിയോസ് എല്ലാം കാണുന്നത്. അപ്പോൾ അത്തരത്തിൽ നമുക്ക് തോന്നുകയും അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ഇൻസ്പിറേഷൻ കിട്ടിക്കൊണ്ട് ഇത്തരത്തിൽ നമ്മൾ വീഡിയോസ് കാണുകയും ഒക്കെ ചെയ്യുമ്പോൾ യൂണിവേഴ്സിനോട് നമ്മൾ അത്രയും ഗ്രേറ്റ്ഫുൾ ആയിക്കൊണ്ട് നമ്മൾ ആ ഒരു രീതിയിലൊക്കെ മുന്നോട്ട് സഞ്ചരിക്കുക. അപ്പോൾ ഇവിടെ ഞാൻ പറയാൻ പോകുന്ന വിഷയം എന്ന് പറഞ്ഞല്ലോ ഇൻഡ്യൂഷനും ഈഗോയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്. അപ്പോൾ ഒന്നാമത്തെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, മനസ്സ് എന്ന് പറഞ്ഞാൽ അതിന് ഒരുപാട് ചിന്താതലങ്ങളുണ്ട്. എന്ത് ചോദിച്ചാലും രണ്ട് ഉത്തരം കിട്ടുന്ന ആ ഒരു രീതി അല്ലെങ്കിൽ നമ്മളുടെ തോട്ടം അല്ലെങ്കിൽ ഫീലിങ്ങും കൂടെ ചേർന്ന് നിൽക്കുന്ന ഒന്നാണ് മനസ്സിന് ഉള്ളത്. അപ്പോൾ നമ്മളുടെ ലോ വൈബ്രേഷൻ എനർജിയിൽ നിന്നുകൊണ്ട് നമ്മൾ ഈ ചിന്തിച്ചു കൂട്ടുന്ന കാര്യങ്ങളെല്ലാം ആണ് നമ്മളുടെ ഈഗോ മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ നമ്മളുടെ മൈൻഡ് സെൻസേഷണൽ ഇമോഷൻസ് എന്ന് പറയും. അതിനെയെല്ലാം വിട്ടിട്ട് നമ്മളുടെ സോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒറ്റ ഉത്തരം മാത്രം കിട്ടുന്ന നമ്മളുടെ റിയൽ ട്രൂത്തിലേക്ക് നമ്മളെ ഗൈഡ് ചെയ്യുന്ന ആ ഒരു രീതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ അത് ഹൈ വൈബ്രേഷൻ എനർജിയിൽ നിന്നുകൊണ്ട് നമ്മൾ ചിന്തിക്കുകയും അവിടെ നമ്മൾക്ക് വർക്കൗട്ട് ചെയ്യുന്നതാണ് ഇൻഡ്യൂഷൻ. അപ്പോൾ നമ്മളുടെ ഈഗോ മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ മനസ്സിൽ നിന്ന് ചിന്തിക്കുമ്പോൾ അവിടെ കൃത്യമായും നടക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾക്കറിയാം, നമുക്ക് 7 ചക്രാസ് ഉണ്ട്. അതിൽ താഴത്തെ 3 ചക്രാസ് എന്ന് പറഞ്ഞാൽ മൂലാധാര, സേക്രൽ ചക്ര, സോളാർ പ്ലക്സസ് ചക്ര. ഈ 3 ചക്രാസിന് വളരെയധികം ബ്ലോക്ക് ഉണ്ടായിട്ട് നമ്മളെ കളിയാക്കുക അല്ലെങ്കിൽ നമ്മളെ കൊച്ചാക്കുക അല്ലെങ്കിൽ നമ്മളിൽ നഷ്ടം വരുത്തുക അല്ലെങ്കിൽ നമ്മളെ വേദനിപ്പിക്കുക അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് തട്ടിയെടുക്കുക അല്ലെങ്കിൽ നമ്മളെ മറ്റുള്ളവരുടെ മുമ്പിൽ ഒന്നുമല്ലാത്ത രീതിയിൽ വില കുറച്ച് കാണിക്കുക, അങ്ങനെ എന്ത് കാര്യങ്ങളും നടക്കുന്നതെല്ലാം ഈ ലോവർ 3 ചക്രാസിൻ്റെ ബ്ലോക്കേജ് കൊണ്ട് നമുക്ക് അറിയാം. പ്രാണ എന്ന് പറയുന്നതിന് മുകളിലേക്ക് ഒഴുകാൻ പറ്റാത്ത രീതിയിൽ അവിടെ കുടുങ്ങിക്കിടക്കുകയാണ്. അപ്പോൾ ആ ബ്ലോക്ക് ഉണ്ടാകുമ്പോൾ നമ്മളുടെ ഈഗോ മൈൻഡ് സെറ്റിൽ മറ്റുള്ളവർ നമ്മളുടെ അടുത്ത് പല രീതിയിൽ പെരുമാറുമ്പോൾ ഈ 3 ചക്രാസിൻ്റെ ആ ഒരു എഫക്റ്റിൽ നമ്മൾ നിന്നുകൊണ്ട് ആ ഒരു കാര്യത്തിനെ നമ്മൾ ചിന്തിക്കുകയും ആ ഒരു തിങ്കിങ് അല്ലെങ്കിൽ തോട്ട് പ്രോസസ്സിങ് അവിടെ ഉണ്ടാവുകയും ഈ ലോവർ 3 ചക്രാസിൻ്റെ എനർജി ഡയറക്റ്റായിട്ട് നമ്മളുടെ ബ്രെയിനിലേക്ക് നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്യുകയും അവിടെ നിന്നുകൊണ്ട് നമ്മളെ കളിയാക്കുമ്പോൾ തിരിച്ചും എനിക്കങ്ങനെ ചെയ്യണം, നമ്മളൊരു നഷ്ടം വരുത്തുമ്പോൾ അങ്ങനെ തിരിച്ചെനിക്ക് കൊടുക്കണം, എന്നെ വേദനിപ്പിക്കുമ്പോൾ എനിക്ക് അത് തിരിച്ചു കൊടുക്കണം, അതിനൊരു ടൈം ഫ്രെയിമും കൂടെ വെച്ചിട്ട് അടുത്ത തവണ കാണുമ്പോൾ ഇതുപോലെ ഞാൻ തിരിച്ചു കൊടുക്കും എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കുന്നതാണ് നമ്മളുടെ ഈഗോ മൈൻഡ് സെറ്റ്. എന്നാൽ ഇൻഡ്യൂഷൻ എന്ന് പറയുന്നത് നമ്മൾ മെഡിറ്റേഷനൊക്കെ ചെയ്ത് നമ്മളുടെ വൈബ്രേഷണൽ എനർജി ഹൈ ആയിട്ട് നിർത്തുമ്പോൾ ഈ താഴത്തെ 3 ചക്രാസിൻ്റെ ബ്ലോക്കേജ് മാറിക്കൊണ്ട് പ്രാണ എന്ന് പറയുന്നത് നമ്മുടെ ഹാർട്ട് സ്പേസ് അല്ലെങ്കിൽ ഹാർട്ട് ചക്ര
ത്രോട്ട് ചക്ര, തേർഡ് ഐ ചക്ര അങ്ങനെ മുകളിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ ഇൻഡ്യൂഷൻ എന്ന് പറയുന്നത് നമ്മൾക്ക് മുന്നിൽ തോന്നുന്ന കാര്യമെല്ലാം നമ്മളുടെ ഹൃദയത്തിലൂടെ, ഹാർട്ട് ചക്രയിലൂടെ നമ്മൾ റിസീവ് ചെയ്യുക. അങ്ങനെ ഹാർട്ട് ചക്രയിൽ നിന്ന് നമ്മളുടെ ആ ഒരു ബ്രെയിൻ പവറിലേക്ക് പോയി നമ്മൾ ഒന്നും ചിന്തിക്കുന്നില്ല, പക്ഷേ നമ്മൾ ഫീൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മളെ ഒരാൾ കളിയാക്കി, അങ്ങനെ നമ്മൾ കളിയാക്കുമ്പോൾ അവരുടെ ആ ഒരു ചെറിയ അറിവിൻ്റെ പുറത്ത് അങ്ങനെ പെരുമാറിയെങ്കിൽ നമ്മൾ അതുപോലെ തിരിച്ചു കൊടുക്കുമ്പോൾ നമ്മളും അവർ തമ്മിലും യാതൊരു വ്യത്യാസവുമില്ലെന്നും നമ്മൾ ആ ഒരു ലെവലിലൊന്നുമല്ല, ഇതിലൊക്കെ അപ്പുറത്തേക്ക് ഒരു ലോകമുണ്ടെന്നും അവിടെ ഈശ്വര സാന്നിധ്യം അല്ലെങ്കിൽ യൂണിവേഴ്സ് ഉണ്ടെന്നും ആ ഒരു പ്രപഞ്ചശക്തിയായിട്ട് നമ്മൾ കണക്റ്റഡായി നിൽക്കുമ്പോൾ ഇതുപോലെ കളിയാക്കുക, കൊച്ചാക്കുക, നഷ്ടപ്പെടുത്തുക, വേദനകൾ കൊണ്ടുവരിക ഒന്ന് പറയുന്നതൊന്നും നമ്മളുടെ ഹാർട്ട് സ്പേസിലേക്ക് എടുക്കാതെ നമ്മളതെല്ലാം പ്രപഞ്ച ശക്തിയിലേക്ക്, ആ പാദങ്ങളിലേക്ക് അങ്ങ് ഡയറക്റ്റ് അർപ്പിക്കുമ്പോൾ നമ്മൾ ഇതുപോലെ ഹാർട്ട് സ്പേസിൽ നിന്നുകൊണ്ട് നമ്മൾ ചിന്തിക്കുന്നില്ല, നമ്മൾ ഫീൽ ചെയ്യുമ്പോൾ അവിടെ നമ്മുടെ ഇൻഡ്യൂഷൻ വർക്ക് ചെയ്യുന്നു. അപ്പോൾ ആര് നമ്മളുടെ അടുത്ത് എത്ര നെഗറ്റിവിറ്റി നമ്മളിലേക്ക് സ്പ്രെഡ് ചെയ്താലും നമ്മൾക്ക് ആ ഒരു യൂണിവേഴ്സൽ പവേഴ്സിനെ ആ ഒരു രീതിയിൽ കണക്റ്റഡ് ആയിക്കൊണ്ട് നമ്മൾ ആ ഒരു ഹയർ കോൺഷ്യസ്നെസ്സിൽ എപ്പോഴും വളരെ സ്റ്റേബിളായി നിന്നുകൊണ്ട് നമ്മളുടെ മുന്നിൽ വരുന്ന നെഗറ്റിവിറ്റി എല്ലാം നമ്മൾ വളരെ പോസിറ്റീവാക്കി ആ എനർജി കൺവേർട്ട് ചെയ്തെടുത്തുകൊണ്ട് എന്താണ് തീരുമാനം എന്നുള്ള രീതിയിൽ നമ്മളുടെ ഇൻഡ്യൂഷനെ വർക്കൗട്ട് ചെയ്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് സഞ്ചരിക്കുന്നു. പിന്നെയുള്ള ഡിഫറൻസ് ഈഗോ മൈൻഡ് സെറ്റും അല്ലെങ്കിൽ ഇൻഡ്യൂഷനും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ, നമ്മളുടെ മനസ്സ് എന്ന് പറയുമ്പോൾ അവിടെ രണ്ട് തലമാണ്. ഒന്ന് എന്ന് പറഞ്ഞാൽ എനിക്കൊരു സംഭവം എൻ്റെ മുന്നിലുണ്ടാവുമ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കുക, ചിന്തിച്ച് ഓവർ തിങ്കിങ് ആയിട്ട് നമ്മളുടെ ആ ഒരു രീതിയിൽ നെഗറ്റിവിറ്റി എല്ലാം സ്പ്രെഡ് ചെയ്തുകൊണ്ട് നമ്മൾ ചിന്തിക്കുക. അതിനുശേഷം നമ്മൾ ആ ഒരു ചിന്തകളെല്ലാം കൂടെ ഫീൽ ചെയ്യുക. ആ ഫീൽ ചെയ്യുന്നതിന് ഒരു ടൈം ഫ്രെയിം കൊടുക്കുക. ആ ടൈം ഫ്രെയിമിനകത്ത് വെച്ച് നമ്മൾ തിരിച്ചത് പ്രൊഡ്യൂസ് ചെയ്യുക. അതുകൊണ്ടാണ് നമ്മളെ ഒരാൾ കളിയാക്കുക, കൊച്ചാക്കുക, അല്ലെങ്കിൽ ഒറ്റപ്പെടുത്തുക, അല്ലെങ്കിൽ വേദനിപ്പിക്കുക ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ തിരിച്ച് അതേ മറുമരുന്ന് അവരിലേക്ക് പ്രയോഗിക്കുന്നത്. എന്നാൽ നമ്മളുടെ ഇൻഡ്യൂഷൻ ലെവലിൽ നിൽക്കുമ്പോൾ നമുക്കങ്ങനെ പെരുമാറാൻ കഴിയില്ല. അതിൻ്റെ ആവശ്യമില്ല. നീ കറുത്തിരിക്കുകയാണ്, അല്ലെങ്കിൽ നിന്നെ കാണാൻ കൊള്ളില്ല, അല്ലെങ്കിൽ നിനക്കൊന്നുമില്ല എന്ന് പറയുമ്പോൾ നമ്മൾക്ക് പ്രപഞ്ചശക്തി എല്ലാം പ്രദാനം ചെയ്ത് ഓരോ നിമിഷവും നമ്മളെ മുന്നോട്ട് ജീവിക്കാനായിട്ട് നയിക്കുമ്പോൾ ഈ പറയുന്നവരുടെ വാക്കുകൾക്കൊന്നും ഒരു വിലയില്ലെന്നുള്ള രീതിയിൽ നമ്മളുടെ ഹാർട്ട് സ്പേസിൽ നിന്നുകൊണ്ട് ഒന്നും ചിന്തിക്കുന്നില്ല. എന്തുകൊണ്ടാണ് അവരങ്ങനെ ചെയ്തത്, എന്തുകൊണ്ടാണ് അവരെന്നെ വേദനിപ്പിച്ചത്, എന്തുകൊണ്ടാണ് എന്നിലേക്ക് നഷ്ടങ്ങൾ കൊണ്ടുവന്നത് എന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല. അതിന് പകരം അത് ഫീൽ ചെയ്തുകൊണ്ട് അതെല്ലാം നമ്മൾ യൂണിവേഴ്സിൻ്റെ പാദങ്ങളിലേക്ക് അർപ്പിച്ചുകൊണ്ട് എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കാനുള്ള ആറ്റിറ്റ്യൂഡ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ആ ഹയർ കോൺഷ്യസ്നെസ്സുമായിട്ട് എപ്പോഴും വളരെ കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നു. അങ്ങനെ നിൽക്കുമ്പോൾ അവിടുന്ന് കിട്ടുന്ന ആ ഒരു ഡിവൈൻ പവറിൻ്റെ സഹായത്തോടു കൂടി നല്ല തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് ഇമോഷൻസിലേക്ക് ഡീപ് ഡൗൺ ആയിട്ട് വീണു പോകാതെ ഇൻ്റലിജൻസിനെ ഉയർത്തിക്കൊണ്ട് നമുക്ക് ഓരോ സിറ്റുവേഷനെയും ടാക്കിൾ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് ഇത് സഹായിക്കുന്നു. പിന്നെ ഈഗോ മൈൻഡ് സെറ്റ് ആ ഒരു രീതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്കില്ലാത്ത ഒന്നാണ് ഇമോഷണൽ മെച്യൂരിറ്റി. നമ്മളോട് എന്ത് രീതിയിൽ പെരുമാറുന്നോ അല്ലെങ്കിൽ ഒരു ആക്ഷൻ ഏത് രീതിയിൽ നമ്മളിലേക്ക് വരുന്നോ നമ്മൾ അത് ചിന്തിക്കുക. നമുക്കതേ രീതിയിൽ എന്നെ വേദനിപ്പിച്ചു, അപ്പോൾ തിരിച്ച് ഞാനും വേദനിപ്പിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾക്ക് കിട്ടിയ കർമ്മത്തിന് മറുമരുന്നായിട്ട് നമ്മളും മോശപ്പെട്ട കർമ്മം തിരിച്ചു ചെയ്യുകയാണ്. അതാണ് ഈഗോ മൈൻഡ് സെറ്റ്. തിരിച്ച് ഇൻഡ്യൂഷൻ ആണെങ്കിൽ അവിടെ എന്താണ് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ എന്നെ വേദനിപ്പിച്ചു, അങ്ങനെ ആവുമ്പോൾ നമ്മൾ പ്രപഞ്ച ശക്തിയോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ തിരിച്ചവരെ വേദനിപ്പിക്കുന്നില്ല. പകരം അവർക്ക് നല്ല മാർഗങ്ങൾ അല്ലെങ്കിൽ നല്ല ചിന്താഗതികൾ ഈശ്വരൻ അല്ലെങ്കിൽ പ്രപഞ്ചശക്തി കൊടുക്കട്ടെ എന്നുള്ള രീതിയിൽ നമ്മൾ അവരോട് ക്ഷമിക്കുക, ഫൊർഗീവ്നെസ് കൊടുക്കുക. എന്നിട്ട് ആ ഒരു സംഭവം നമ്മൾ മറന്നേക്കുക. എന്നിട്ട് നമ്മൾ യൂണിവേഴ്സൽ ഫോഴ്സുമായിട്ട് എപ്പോഴും വളരെ കണക്റ്റഡ് ആയിട്ട് നിൽക്കുമ്പോൾ
ഇവർ ഈ തരത്തിൽ തരുന്ന മുള്ളുകളും അല്ലെങ്കിൽ വേദനകളും ചേരുന്ന ഈ ക്ലട്ടേഴ്സ് അല്ലെങ്കിൽ വൂൺസ് ഒന്നും നമ്മളുടെ ഉള്ളിലേക്ക് പോകാതെ നമുക്കതെല്ലാം പ്രപഞ്ചശക്തിയിലേക്ക് കൊടുത്തുകൊണ്ട് ഫൊർഗീവ്നെസ് കൊടുത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് നമ്മളുടെ കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നു. പിന്നെ ഈഗോ മൈൻഡ് സെറ്റിലുള്ള വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളോടുള്ള സ്നേഹം, സെൽഫ് ലവ്, സെൽഫ് വർത്ത് അല്ലെങ്കിൽ നമ്മളുടെ വാല്യൂ എത്രയാണെന്ന് നമ്മൾക്ക് മനസ്സിലാവാത്ത രീതി. മറ്റുള്ളവർ എന്നോട് എന്ത് പെരുമാറുന്നോ, എനിക്ക് എൻ്റെ മുന്നിലേക്ക് പ്രാപ്തമാക്കി തന്നോ അത് തന്നെ ഞാൻ തിരിച്ചു കൊടുക്കുമ്പോൾ അവരുടെ മൂല്യവും എനിക്ക് മനസ്സിലാകുന്നില്ല. എൻ്റെ മൂല്യം എത്രത്തോളമാണ്, എൻ്റെ സ്റ്റാൻഡേർഡ് എത്രത്തോളമാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ആ ഒരു രീതിയിൽ ഞാൻ തിരിച്ചതുപോലെ പ്രവർത്തിക്കുന്നു. എന്നാൽ ഇൻഡ്യൂഷൻ ലെവലിലേക്ക് നമ്മളുടെ ഹയർ കോൺഷ്യസ്നെസ്സിൽ നിന്നുകൊണ്ട് ഹൈ വൈബ്രേഷൻ എനർജിയിൽ നിന്നുകൊണ്ട് നമ്മൾ പെരുമാറുമ്പോൾ അവർ ഏത് രീതിയിലാണ് നമ്മളുടെ അടുത്ത് വന്നതെന്നും അവരുടെ വാല്യൂ അല്ലെങ്കിൽ അവരെ തന്നെ ഏത് രീതിയിലാണ് കാണുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിൽ നിന്ന് എത്രയോ ഉയർന്ന സ്ഥാനത്തേക്കാണ് പ്രപഞ്ചശക്തി എന്നെ ഉയർത്തി നിർത്തിയിരിക്കുന്നത്. അത്രത്തോളം ലൈഫ് ലെസൺസ് എനിക്ക് തന്നു അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ഓരോ സിറ്റുവേഷനെ ടാക്കിൾ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് പറഞ്ഞും പഠിപ്പിച്ചും നമുക്ക് തന്നിട്ടുണ്ടായതുകൊണ്ട് എൻ്റെ വാല്യൂ അല്ലെങ്കിൽ എന്നോട് തന്നെയുള്ള സ്നേഹം എന്നെ സങ്കടപ്പെടുത്താൻ ഞാൻ അനുവദിക്കില്ല. എൻ്റെ എനർജിയെ താഴ്ത്തിക്കെട്ടാനായിട്ട് ഞാൻ അനുവദിക്കില്ല. മറ്റുള്ളവരുടെ ഒരു തരത്തിലുള്ള ആ ഒരു ഡബിൾ എനർജി എന്നിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെയുള്ള രീതിയിൽ അവരെ മാറ്റി നിർത്തിക്കൊണ്ട് അവരുടെ ആ ഒരു രീതിയിലുള്ള ആക്ഷൻസിൻ്റെ ഒന്നും ആ ഒരു പ്രതിപ്രവർത്തനം നമ്മളിൽ സംഭവിക്കാതെ നമ്മൾ ഹയർ ഫോഴ്സുമായിട്ട് ഡിവൈൻ ഫോഴ്സുമായിട്ട് എപ്പോഴും കണക്റ്റഡ് ആയിക്കൊണ്ട് മുന്നോട്ട് സഞ്ചരിക്കാനായിട്ട് നമ്മൾ നിൽക്കുമ്പോൾ അത് നമ്മളുടെ ഇൻഡ്യൂഷനായിട്ട് വർക്കൗട്ട് ചെയ്യുന്നു. അതിനെ നമുക്ക് എപ്പോഴും ഇൻഡ്യൂട്ടീവായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഇൻഡ്യൂഷനെ ഗൈഡ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ആ ഒരു വെളിച്ചത്തിനെ നമുക്ക് പിന്തുടർന്നുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ മെഡിറ്റേഷൻ ഒക്കെ ചെയ്ത് രാവിലെ അതെല്ലാം കഴിയുമ്പോൾ ഒരു 5 മിനിറ്റ് നിങ്ങളുടെ ഇടത് കൈ നിങ്ങളുടെ ഹാർട്ട് സ്പേസിൽ വെച്ചുകൊണ്ട് വലത് കൈ നിങ്ങളുടെ സോളാർ പ്ലക്സസ് ചക്രയിൽ വെച്ചുകൊണ്ട് കണ്ണടച്ചുകൊണ്ട് ഒരു 5 നിമിഷം ബ്രീതിങ് എക്സസൈസ് ചെയ്യുക. ഉള്ളിലേക്കെടുക്കുന്ന ശ്വാസവും പുറത്തേക്ക് വിടുന്ന ശ്വാസത്തിൻ്റെയും ആ ഭംഗിയൊന്ന് ആസ്വദിക്കുക. നമ്മുടെ ഹൃദയം കൊണ്ട് വലിയ രീതിയിൽ ആഞ്ഞാഞ്ഞ് ശ്വാസം എടുക്കാതെ കുഞ്ഞുങ്ങൾ ഉറങ്ങുമ്പോൾ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ ശ്വസിക്കുമ്പോൾ ആ ഒരു രീതിയിൽ നമ്മളുടെ ഡയഫ്രത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ശ്വാസം ഇൻഹെയിൽ ചെയ്യുകയും എക്സെയിൽ ചെയ്യുകയും ചെയ്യുക. വളരെ പീസ്ഫുള്ളായിട്ട് നമ്മളുടെ ഉള്ളിലേക്ക് ശ്വാസം എടുക്കുകയും പുറത്തേക്ക് ശ്വാസം വിടുകയും ചെയ്യുമ്പോൾ നമ്മളുടെ ഈ ലോവർ 3 ചക്രാസ് വളരെയധികം ഹീൽഡ് ആവുകയും ആ ബ്ലോക്കെല്ലാം മാറുകയും നമ്മളുടെ ചിന്താഗതി ഏത് രീതിയിലുള്ള ആക്ഷൻസ് നമ്മളുടെ മുന്നിൽ കൊണ്ടുവന്നാലും വി ആർ റിസീവിങ് ത്രൂ അവർ ഹാർട്ട് ചക്ര. അങ്ങനെ നമ്മൾ ഹൃദയത്തിലൂടെ അത് റിസീവ് ചെയ്തുകൊണ്ട് മോശകർമ്മമാണ്, മോശമായിട്ടുള്ള ആക്ഷനാണ് അവർ കൊണ്ടുവന്നതെങ്കിൽ നമ്മളൊന്നും ഉള്ളിലേക്ക് എടുക്കാതെ അത് നമ്മൾ പ്രപഞ്ചശക്തിയുടെ പാദങ്ങളിലേക്ക് കൊടുക്കുകയും നല്ല കർമ്മങ്ങളാണ് നമ്മൾക്കൂടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് അവർ ചെയ്യുന്നതെങ്കിൽ അതിന് യൂണിവേഴ്സിനോട് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് അറിയിച്ചുകൊണ്ട് നമ്മളുടെ ഗ്രോത്തിന് വേണ്ടിയിട്ട് സഹായിച്ചുകൊണ്ട് ആ ഇൻഡ്യൂട്ടീവ് പവറിൽ നിന്നുകൊണ്ട് നല്ല ഡിസിഷൻ എടുത്ത് നമ്മൾ മുന്നോട്ട് നീങ്ങുകയും ചെയ്യുക. ഇങ്ങനെയാണ് നമ്മളുടെ ഈഗോ മൈൻഡ് സെറ്റിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഇൻഡ്യൂഷനെ ഉയർത്തിക്കൊണ്ട് നമ്മൾ ജീവിതത്തിൽ മുന്നോട്ട് നടക്കുകയും നയിക്കുകയും ഒക്കെ ചെയ്യേണ്ടത്. മനസ്സ് എന്ന് പറയുന്നത് ഓർത്തു വയ്ക്കുക, നമ്മളെ എപ്പോഴും വളരെ കംഫേർട്ട് സോണിൽ എല്ലാവരുടെയും ഒരു കൂട്ടായ്മ പോലെ എല്ലാവരുടെയും ചുറ്റിനും നിന്നുകൊണ്ട് നമുക്ക് പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി മാത്രമേ നമ്മളുടെ മനസ്സ് നമ്മളെ അനുവദിക്കുകയുള്ളൂ. ഒരു വീട് എന്ന് പറയുമ്പോൾ വളരെ കൺസ്ട്രക്റ്റീവായിട്ട് നല്ല ഒരു ഓല പേഞ്ഞ ഒരു കൂരയൊന്നും അല്ലാതെ നല്ല സിമെൻറ്റും കമ്പിയൊക്കെ ചേർത്ത നല്ല വീട്ടിൽ മറ്റ് അംഗങ്ങൾ അല്ലെങ്കിൽ കൂട്ടുകാർ അല്ലെങ്കിൽ ബന്ധുക്കാർ അല്ലെങ്കിൽ നല്ല ജോലി, അങ്ങനത്തെ എല്ലാ രീതിയിലും വളരെ കംഫർട്ടബിളായിട്ട് നമ്മളെ ജീവിക്കാനായിട്ട് നമ്മളെ അനുവദിക്കുമ്പോൾ നമ്മളുടെ പാഷൻ, നമ്മളുടെ ക്രിയേറ്റീവ് ഐഡിയാസ് അല്ലെങ്കിൽ നമ്മളുടെ ലൈഫ് പർപ്പസ് അതിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള ഈ ഒരു കംഫർട്ട് സോണിൽ നിന്ന് നമുക്ക്
പുറത്തു വരേണ്ടി വരും. അതിനുള്ള പല ഓപ്പർച്യൂണിറ്റീസും നമ്മളെ വന്ന് ഇങ്ങനെ മുട്ടി വിളിച്ച് ചിലപ്പോൾ നമ്മളെ വളരെ പെയിൻഫുള്ളായിട്ടുള്ള സിറ്റുവേഷനിലൂടെയൊക്കെ കടത്തിക്കൊണ്ടുപോയി നമ്മളുടെ സോളിന് ഒരു ഇവോൾവിങ്, ഒരു ഷിഫ്റ്റിങ് ഒക്കെ വരുമ്പോൾ ആ ഒരു മനസ്സിൻ്റെ ആ ഒരു തലത്തിൽ നിന്നുകൊണ്ട് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് പറയും, വേണ്ട വേണ്ട വേണ്ട, ഇവിടെ നിന്നാൽ മതി, ഇതാകുമ്പോൾ നല്ല സുഖമാണ്, വളരെ കംഫർട്ട് സോണാണ്, യാതൊന്നും പേടിക്കേണ്ട, ചുറ്റിന് ഒരുപാട് ആളുകളുണ്ട്, ഒറ്റപ്പെട്ടു പോയി എന്നുള്ളൊരു തോന്നൽ വേണ്ട എന്നൊക്കെ തോന്നുമ്പോൾ നമ്മളുടെ ഇൻറ്റ്യൂട്ടീവ് ലെവലിലേക്ക്, ഹയർ കോൺഷ്യസ്നെസ്സിലേക്ക് കണക്റ്റ് ചെയ്ത് നിൽക്കുമ്പോൾ ചിലപ്പോൾ നമ്മളവിടെ ഒറ്റപ്പെട്ടു പോവും. ആരുടെ അടുത്തും ഉത്തരം ചോദിക്കാനോ സംശയം ചോദിക്കാനോ ചിലപ്പം പറ്റാത്ത രീതിയിൽ പതറിപ്പോവും. ജീവിതത്തിൽ നിന്നു പോകുന്ന അവസ്ഥകളുണ്ടാവും, വളരെ വേദനാജനകമായിട്ടുള്ള അവസ്ഥകളുണ്ടാവും. പക്ഷേ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, യു ആർ ഇൻ ദ റൈറ്റ് ഡിറക്ഷൻ. അതുമാത്രമല്ല, നമ്മളെ പിടിച്ചു നിർത്താൻ പിന്നെ കഴിയില്ല. നമ്മളുടെ മനസ്സ് അല്ലെങ്കിൽ ഈഗോ മൈൻഡ് സെറ്റിൽ എല്ലാം മനസ്സിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ, അത് നടക്കില്ല, അത് വേണ്ട, അത് ശരിയാവില്ല എന്നൊക്കെയുള്ള രീതിയിൽ നിങ്ങളോട് പറയുമ്പോൾ, ഇൻഡ്യൂഷൻ ലെവലിലേക്ക് ഉയരുമ്പോൾ യു ആർ അൺസ്റ്റോപ്പബിൾ. അത്രത്തോളം കാലിബറും അത്രത്തോളം പവറും അത്രത്തോളം ക്രിയേറ്റീവ് ഐഡിയാസും അത് അത്രത്തോളം ആ ഒരു സോളിന് ആ ഒരു പവർ ഉണ്ടായതുകൊണ്ടാണ് ഈ ഒരു ലൈഫ് ടൈമിൽ ഇങ്ങനത്തെ ചിന്തകളൊക്കെ തോന്നുന്നതും അതിനനുസരിച്ച് നമ്മളുടെ വൈബ്രേഷൻ എനർജി ഉയരാനുള്ള പല സാഹചര്യങ്ങളും സാധ്യതകളും നിങ്ങളുടെ മുന്നിൽ വരുന്നത് എന്നുള്ള രീതിയിൽ നമ്മളുടെ ഇൻഡ്യൂഷനെ കണക്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ഉയരാൻ ശ്രമിക്കുക. ആദ്യമൊക്കെ ഒറ്റപ്പെട്ടു പോയി എന്ന് തോന്നിയാലും അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, പ്രപഞ്ചശക്തി അവിടെ അളക്കാൻ പറ്റാത്ത രീതിയിൽ കോടാനുകോടി ശക്തികൾ നിങ്ങളുടെ കൂടെയുണ്ട്. നമ്മൾക്ക് ഫലത്തിൽ നമ്മുടെ കണ്ണുകൊണ്ട് ചിലപ്പം നോക്കുമ്പം കാണുന്നില്ലെങ്കിലും യു ക്യാൻ ഫീൽ ദാറ്റ് എനർജി. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ ആ ഒരു ഡിവൈൻ പവറിനെ അത്രത്തോളം അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് നിങ്ങളുടെ ലൈഫ് പർപ്പസിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ക്രിയേറ്റീവ് ഐഡിയാസിലേക്ക് അല്ലെങ്കിൽ എപ്പോഴും വളരെ പോസിറ്റീവായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക. മറ്റുള്ളവരുടെ അടിച്ചമർത്തലുകളോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ചൂഷണത്തിനോ ഒന്നും വിധേയമാവാതെ ഈ ഒരു ജീവിതം നമുക്ക് പ്രപഞ്ചശക്തി തന്നതാണെന്നും അതിനെ ഒരു 90% വരെ നമുക്ക് വളരെ സക്സസ്ഫുള്ളായിട്ട് മുകളിലേക്ക് ഉയർത്തിക്കൊണ്ട് നമുക്ക് ജീവിക്കാനായിട്ട് വേണ്ടിയിട്ട് നമ്മളുടെ ഇൻഡ്യൂഷനുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് ജീവിക്കുക. അപ്പോൾ വിജയം നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അപ്പോൾ കാരണം നിങ്ങൾ കംഫർട്ട് സോണിൽ നിന്ന് ഇനി പുറത്തു വന്ന് നിങ്ങളുടേതായിട്ടുള്ളൊരു ജീവിതം കൺസ്ട്രക്റ്റ് ചെയ്യുന്ന ആ ഒരു രീതിയിലേക്ക് വരും. അപ്പോൾ ഈ അറിവ് മറ്റുള്ളവർക്ക് കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കുക, പകർന്നു കൊടുക്കുക. കൂടുതൽ ആൾക്കാരുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം.